ധന്യ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെട്ടിട്ടും ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അവരുടെ നിലപാട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പെൺകുട്ടികൾക്ക് അവരെ മനുഷ്യക്കടത്ത് കാരണം കാണിച്ചും കൊണ്ട് 2 കന്യാസ്ത്രീകളെയും വിട്ടയക്കാനുള്ള അതിന് താമസം കാണിക്കുന്നു. ഇന്നലെ നമ്മുടെ മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത അനുസരിച്ചിട്ട് ഈ 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി മൊഴി നൽകിയെന്നാണ്. ആർക്ക്? ബജ്രംഗ് ദളിന് എഗെയിൻസ്റ്റ് ആയിട്ട്. ഇതിൽ പറയുന്ന വാർത്ത എങ്ങനെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ തങ്ങളെ നിർബന്ധിച്ചുവെന്ന് നാരായൺപൂർ സ്വദേശിനിയായ യുവതി 21 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ജ്യോതി ശർമ്മ എന്ന സ്ത്രീ താൻ ഉൾപ്പെടെയുള്ള 3 യുവതികളെയും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി വെളിപ്പെടുത്തി. ഒരു ദേശീയ മാധ്യമത്തോടാണ് യുവതി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അത് ചാനലിൽ അത് കാണിച്ചു, ഒരു ദേശീയ മാധ്യമ ചാനലിൽ അത് കാണിച്ചു. ആ പെൺകുട്ടിയുടെ മുഖമൊക്കെ വച്ചിട്ട് അത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞതനുസരിച്ചാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതെന്നും യുവതി വെളിപ്പെടുത്തി. ദുർഗിലെ ഷെൽട്ടർ ഹോമിൽ 5 ദിവസം താമസിച്ചതിന് ശേഷം ബുധനാഴ്ചയാണ് 21-കാരിയായ ആദിവാസി യുവതി നാരായൺപൂർ ജില്ലയിലെ തന്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 3 പേര് നിരപരാധികളാണെന്നും അവരെ വിട്ടയക്കണമെന്നും യുവതി ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. അപ്പൊ ഇവർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളോട് പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നും യുവതി പറഞ്ഞു. എന്നിട്ട് ഈ ജ്യോതി ശർമ്മ തന്നെ ആക്രമിച്ചുവെന്നും യുവതി പറയുന്നുണ്ട്. അവരുടെ മുഖത്തടിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ ഈ ബജ്രംഗ് ദൾ ആണ് ഇവർ മറ്റേ നിർബന്ധമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യിച്ചതും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്ത് വിശ്വസിക്കണം? ഇതിലിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മനുഷ്യക്കടത്ത് NIA ഇടപെട്ടിട്ടുണ്ട്, ഇനി അതുവഴി മാത്രമേ അവർക്ക് ജാമ്യം കിട്ടാൻ വഴിയുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ അത്രത്തോളം ഭീകരതയോടെ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടി തന്നെ മൊഴി കൊടുത്തില്ലേ? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ജ്യോതി ശർമ്മ തന്നെ നേരിട്ട് പറഞ്ഞു, ഞാൻ അവരെ മർദ്ദിച്ചു, അടിച്ചു. അതിന് കാരണമുണ്ട്. ഇവരുടെ ആധാർ കാർഡ് അതിൽ ക്രിസ്ത്യൻ നാമധാരിയല്ല ഈ പെൺകുട്ടിയെന്ന് അതുവഴി തെളിഞ്ഞു. പിന്നെ ഇതിലൊരു പെൺകുട്ടി ആദ്യം പറഞ്ഞത് തങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ആ മൊഴി മാറ്റി. ആ മൊഴിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ബജ്രംഗ് ദൾ ഇക്കാര്യത്തിൽ ഇടപെട്ടത് തന്നെ. പിന്നീടാണ് ഇവർ മൊഴികൾ മാറ്റിയത്. പിന്നീട് തങ്ങളുടെ എന്താ പറയുക, ആളുകളുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഇഷ്ടത്തോടെയാണ് വന്നത്, അവരോട് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ തെളിവ് എവിടെയാണ്? ഇതൊക്കെ ശരി, ബജ്രംഗ് ദളിന് ഇടപെടാൻ എന്താണ് കാര്യം? കന്യാസ്ത്രീകൾ അവിടെ മതം മാറ്റാൻ നടത്തുന്നില്ല, നിർബന്ധിത മതപരിവർത്തനമില്ല, പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരാണ്, ഒക്കെ ശരി, എല്ലാം സമ്മതിക്കും. ഇതിൻ്റെയൊക്കെ തെളിവ് എവിടെയാണ്? അവിടെ ഈ പെൺകുട്ടികൾ ഈ സമുദായത്തിലുള്ളവരാണോ എന്ന് തെളിയിക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. 2, ഈ പറയുന്ന ജില്ല, ഈ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയിൽ, ആ പ്രദേശത്ത്, ജില്ലയല്ല പ്രദേശത്ത്, അവിടെ നക്സൽ ബാധിത പ്രദേശം, അതായത് നക്സലുകൾ കൊണ്ട് ആർക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. ഇവിടേക്ക് എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കയറി ചെല്ലുന്നത്? അവിടെ ചെന്നിട്ട് അവിടെയുള്ള പെൺകുട്ടികളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ ഞങ്ങൾ മതം മാറ്റാം, അല്ലെങ്കിൽ പ്രലോഭനങ്ങളായിരിക്കാം. ഇപ്പൊ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടാകാം, ജീവിക്കാൻ സാഹചര്യമില്ലാത്തവരുണ്ടാകാം. പണ്ട് ഈ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റിയ കഥയൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ ചില മതം മാറ്റലുകൾ നടത്തിക്കൊണ്ടുവരാൻ ഈ ഛത്തീസ്ഗഡിലെ ഒരു നിയമം അനുസരിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഏകദേശം 60 ദിവസം വേണം മതം മാറണമെങ്കിൽ. ഫോം പൂരിപ്പിച്ച് അത് പോലീസിന് നൽകി, പോലീസ് അതിൽ വിശദമായ അന്വേഷണം നടത്തി അത് മജിസ്ട്രേറ്റിനെ സമർപ്പിച്ച് മജിസ്ട്രേറ്റ് വീണ്ടും ഉത്തരവിടും. അതൊക്കെ ശരി തന്നെയാണ് ധന്യ. പക്ഷെ ഈ സാധാരണ മനുഷ്യർക്ക് അത് അറിയില്ലല്ലോ. അപ്പൊ അവർക്കിപ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അവർക്ക് ഭക്ഷണമില്ല, എത്ര കാലമായി അവർ കഷ്ടപ്പെടുന്നു, ഭക്ഷണമില്ല. അപ്പൊ അവര് സ്വമേധയാ ഞാൻ മതം മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് പ്രശ്നം? അതെ, സ്വയം മതം മാറ്റം ആരും ഇവിടെ തടയുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് എങ്കിൽ മതം മാറ്റത്തെ തടയാൻ ആർക്കും അവകാശമില്ല. ആർക്കും ഏത് ജാതിയും മതത്തെയും ദൈവത്തെയും സ്നേഹിക്കാം. പക്ഷേ അതിനൊരു നിയമം ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ഈ പെൺകുട്ടികൾക്കറിയില്ല, ശരി, അവർക്ക് അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ലോകപരിചയം ഇല്ലാത്തവരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ കന്യാസ്ത്രീകൾക്കറിയാമല്ലോ, ഈ പോകുന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്കറിയാമല്ലോ. അപ്പോൾ ഒളിച്ചിരുന്നു കൊണ്ട് മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ
മതം മാറ്റാനായി നടക്കുന്ന രീതി. ഇത് ഇപ്പോഴൊന്നും അല്ല തുടങ്ങിയത്, കുറേ കാലം കൊണ്ട് തുടങ്ങിയതാണ്. ഇപ്പോ ഹിന്ദുക്കളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് കുറെ പേർ ഹിന്ദു മതം സ്വീകരിച്ചു വരുന്നു. ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. ഒരു പ്രലോഭനവും ഇല്ലാതെ കുറെ മുസ്ലിങ്ങൾ അങ്ങനെ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ മതം മാറ്റം എന്ന് പറയുന്നത് തന്നെ ഒരാൾ ഒരു മതത്തെ വിശ്വസിച്ച് മാറുന്നതിലും പണം കൊടുത്ത് മതം മാറ്റുന്നതിലും വ്യത്യാസമുണ്ട്. ഈ ഹിന്ദുക്കളെ ഹിന്ദുക്കൾ നിർബന്ധിച്ച് മുസ്ലിങ്ങളെ തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതും തെറ്റ് തന്നെയാണ്. മതം മാറ്റൽ എവിടെ നടന്നാലും, നിർബന്ധിത മതം മാറ്റൽ അത് എവിടെ നടന്നാലും അത് തെറ്റ് തന്നെയാണ്. ആരെങ്ങനെ ഇടപെട്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും, 4 വോട്ടിന് വേണ്ടി അതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും അത് തെറ്റ് തന്നെയാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്തെ ആർഷഭാരത വിദ്യാസമാജം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ എനിക്ക് തോന്നുന്ന 200-ലധികം പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളെല്ലാം മതം മാറി, നിർബന്ധിത മതം മാറ്റം നടത്തി പോയിട്ട് സ്വന്തം കാസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വന്നവരാണ്. ഇവർ പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് മതം മാറ്റം നടത്തുന്നത് എന്നുള്ളത്. ഈ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ ഖുറാനോ അല്ലെങ്കിൽ ബൈബിളോ ഒക്കെ വായിക്കുമ്പോൾ അവർക്കൊക്കെ ഏക ദൈവമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഏക ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കെല്ലാം ലഭിക്കും. നിങ്ങൾക്ക് ഈ 33,000 കോടി ദൈവങ്ങളില്ലേ, ഇതിലേത് ദൈവത്തെ വിളിച്ചാലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്? ഞങ്ങളുടെ മതത്തിൽ അങ്ങനത്തെ ആനുകൂല്യങ്ങൾ, ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ മതം ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, നിങ്ങളുടെ മതം ഇത് പറയുന്നുണ്ടോ? നിങ്ങളുടെ മതം കല്ലിനെ അല്ലേ ആരാധിക്കുന്നത്? ഇങ്ങനെ ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഒരു സർവശക്തനാണ്, അത് ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല, അതാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു രീതി, നിങ്ങളുടെ ദൈവത്തിന് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ആ പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ് ചാനലുകളുടെ മുന്നിൽ വന്നിരുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മതം മാറ്റൽ നടത്തുന്നത്. അപ്പോ അത് അങ്ങനെ മതം മാറി അതിൻ്റെ അകത്തേക്ക് ചെന്ന് കയറിയ പലരും ഇന്ന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ കണ്ട തീവ്രവാദികളുടെ ഭാര്യമാരായും വെപ്പാട്ടികളായും കഴിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വരണം. നിർബന്ധിതമായ മതപരിവർത്തനം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഇനി ഇവിടെ കന്യാസ്ത്രീകൾ ചെയ്തത് തെറ്റല്ല എങ്കിൽ തീർച്ചയായും ഛത്തീസ്ഗഡ് സർക്കാർ അതിനെ എതിർക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. പക്ഷെ ധന്യ, വേറൊരു കാര്യമുണ്ട്. എത്രയോ 2020 തൊട്ടോ എങ്ങനെയോ കുറെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതേ സിമിലർ ആയിട്ടുള്ള ഇതുമാതിരി മനുഷ്യക്കടത്തെന്ന് പറഞ്ഞിട്ട്. ബജ്റംഗ് ദളല്ല, നമ്മുടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ചെയ്ത കുറെ കേസുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. എത്രയോ ഞാൻ അതിൻ്റെ ഇത് കണക്ക് വായിച്ചായിരുന്നു. പക്ഷെ അത്രയും കേസിൽ ആകെ 2 വിചാരണ വരെ എത്തിയത് തന്നെ. പക്ഷെ ആ 2 അവർ തോറ്റു. അപ്പൊ ഇതുവരെയ്ക്കും അവർ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് പോലും അവർക്ക് ഫേവറായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും മനുഷ്യക്കടത്ത്. അപ്പൊ നമ്മളത് എങ്ങനെ ഇത് കൊണ്ട് നീട്ടുക അല്ലാണ്ട് വല്ലതും നടക്കുവോ? ഇല്ല, ഒന്നും നടക്കില്ല. ഇതിപ്പോ ബജ്റംഗദളെന്നല്ല, ഏത് കൊല കൊമ്പൻ ഇടപെട്ടാലും അവിടുത്തെ മനുഷ്യക്കടത്തും കാരണം ഇവിടെ ഇരുന്ന മാധ്യമങ്ങൾ ചിലക്കുന്നത് എന്തിനാണ്? അവിടെ നടക്കുന്നത് മനുഷ്യക്കടത്താണെന്ന്, നിർബന്ധിത മതപരിവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തിക്കേണ്ട മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കേണ്ട മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഇരുന്നു കൊണ്ട് BJPക്കെതിരെ സംസാരിക്കുകയാണ് റേറ്റിംഗ് കൂടാനായിട്ട്. എന്നിട്ട് ഞങ്ങളുടെ ആ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തെന്ന് പറയുന്നു, റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട്. ഇതല്ല ചെയ്യേണ്ടത്. നമ്മൾ അത്തരത്തിൽ ഒരു നടക്കുന്നുണ്ടെങ്കിൽ അത് BJP സർക്കാർ ആണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ആർക്കൊപ്പവും നിർബന്ധിത മതം മാറ്റത്തിനോ മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ നമ്മൾ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് പ്രലോഭിച്ച് സാമ്പത്തിക ചൂഷണം നൽകി ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ വിദ്യാഭ്യാസമില്ലാത്ത, സാമൂഹിക അടിത്തറയില്ലാത്ത, സാമൂഹിക ഭദ്രതയില്ലാത്ത, ലോകവുമായി വലിയ ബന്ധമില്ലാത്ത ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അവരുടെ ജീവിതം എന്താണ്? അതൊരു വലിയ ചോദ്യമാണ്. കാരണം കന്യാസ്ത്രീകൾ പോലും മഠങ്ങളിൽ സുരക്ഷിതമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട സമയം കൂടിയാക്കണം ഇത് എന്നുള്ളതാണ്.